എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് കിച്ചൺ ക്ലീനിങ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. കാരണം എൻ്റെ വീട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്ററായി ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെയാണ് കിച്ചൺ ഉള്ളത്, ഓൺ ദ വേ. കാരണം കിച്ചൺ ക്രോസ് ചെയ്തിട്ട് വേണം ഹാളിലേക്ക് വരാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് ക്ലീനായിട്ടും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കിച്ചൺ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് കുറച്ച് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ ബോട്ടിൽ, അതായത് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ മുക്കാൽ ബോട്ടിലോളം നമുക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് മൂടിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക, നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പത വരും. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഞാൻ കിച്ചണിലെ സ്ലാബ്, അതായത് കിച്ചൺ കൗണ്ടറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സാധാരണ വെറും വെള്ളം കൊണ്ട് നമ്മൾ ഈ കിച്ചൺ കൗണ്ടർ തുടയ്ക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു ലിക്വിഡ് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു കിച്ചൺ സ്ലാബ് നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഇതിന്ന് തെറിക്കുന്ന എണ്ണയൊക്കെ ഈ സ്ലാബിൻ്റെ മേലേക്ക് ആവാറുണ്ട്. എപ്പോഴും കിച്ചൺ സ്റ്റൗവിൻ്റെ സൈഡിലുള്ള സ്ലാബിൻ്റെ മേലേക്കൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു എണ്ണമയം ആ മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് പോവും. പിന്നെ അതേപോലെ തന്നെ ഓരോ നേരത്തെ പണി കഴിയുമ്പോഴും നമ്മൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആ കിച്ചൺ സ്ലാബെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ കിച്ചൺ സ്ലാബ് അതുപോലെ പൊടിയൊന്നും പിടിക്കാതെ നല്ല നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റവ് ക്ലീൻ ചെയ്യാനും ഞാൻ ഇതേ ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റവിൻ്റെ മേലെ ആ ഒരു എണ്ണമയം കടുക് പൊട്ടുമ്പോൾ തെറിക്കുന്ന ആ ഒരു എണ്ണ, അതേപോലെ തന്നെ ഈ കൂട്ടാനിൽ നിന്ന് കറികളിൽ നിന്നൊക്കെ വരുന്ന എണ്ണമയം, അപ്പോൾ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് നല്ലതാണ്. അപ്പോൾ സ്റ്റവിൻ്റെ മേലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് തുടച്ച് കളയാൻ പറ്റും. അതേപോലെ തന്നെയാണ് അന്നത്തെ പണി കഴിഞ്ഞതിന് ശേഷം രാത്രി നമ്മൾ ഇതേപോലെ ഒരു 5 മിനിറ്റിൻ്റെ പണി ഉണ്ടാവുള്ളൂ. ഇതൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റവ് നല്ല നീറ്റായിട്ട് ഇരിക്കും. അധികം ആ ഒരു എണ്ണമയം നമ്മളതിങ്ങനെ തുടയ്ക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നല്ല കട്ടിയായി നമുക്ക് തുടയ്ക്കാൻ തന്നെ ഭയങ്കര പാടാവും. അപ്പോൾ നമ്മൾ അന്നത്തെ പണി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്ത് 2 മിനിറ്റ് നേരം ഒന്ന് വെച്ചിട്ട് ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ സ്റ്റവും നല്ല നീറ്റായിട്ട് ഇരിക്കും. പിന്നെ ഇതേ ലിക്വിഡ് തന്നെയാണ് ഞാൻ ഡൈനിങ് ടേബിൾ തുടയ്ക്കാനും ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളുടെ ഗ്ലാസ് ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഗ്ലാസ് ടേബിളും നല്ല നീറ്റായിട്ടിരിക്കും. ഇത് സാധാരണ നമ്മുടെ വുഡൻ ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിലേക്കും ഇത് നല്ലതാണ്. കാരണം ഞാൻ ഞങ്ങളുടെ ടീപ്പോയ് തുടയ്ക്കാനൊക്കെ ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് നല്ല ക്ലീനായിട്ടും ഇരിക്കും ഡൈനിങ് ടേബിൾ. എന്നിട്ട് മൈക്രോവേവ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ ഒരു മൈക്രോവേവ് സേഫ് ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡോ ഹാൻഡ് സോപ്പോ എന്തെങ്കിലും ഒഴിക്കുക. പിന്നെ ഒരു ചെറിയൊരു പീസ് നാരങ്ങ മുറിച്ചതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ഒന്ന് ചൂടാക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് തുടച്ച് എടുക്കാൻ വളരെ സൗകര്യമാവും. അപ്പോൾ നമ്മൾ ഭക്ഷണം ചൂടാക്കിയതിൻ്റെ ആ ഒരു മണമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാരങ്ങ അതിലുള്ള കാരണം ആ ഒരു മണമൊക്കെ വലിച്ചെടുത്തോളും. പിന്നെ ആ ഒരു ഗ്ലാസ് പ്ലേറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കാരണം അതിൻ്റെ ആ ഒരു ചൂട്, ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനവൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തുടച്ച് എടുക്കാനും പറ്റും.
പിന്നെ നമ്മൾ പച്ചക്കറി അരിയുന്ന കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യാനും ഞാൻ യൂസ് ചെയ്യുന്നത്. ആ കട്ടിംഗ് ബോർഡിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു നാരങ്ങ ചായയിലേക്കൊക്കെ പിഴിഞ്ഞ നാരങ്ങയുടെ ഒരു പകുതി കഷ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഫുൾ ആ കട്ടിംഗ് ബോർഡൊക്കെ നന്നായിട്ടൊന്ന് ഉരയ്ക്കുക. ഈ ബേക്കിംഗ് സോഡ ആ നാരങ്ങ നീരും കൂടിയിട്ട് കട്ടിംഗ് ബോർഡ് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള എന്താ പറയുക അഴുക്കും ഇതെല്ലാം വരും. പിന്നെ നമ്മൾ തക്കാളി സവാള കരിയുമ്പോൾ അതിൻ്റെ ആ ഒരു നീരും ഇതൊക്കെ ഇരുന്ന് ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് അപ്പം നമ്മൾ അന്നന്നത്തെ പണി കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു മണോ അങ്ങനെ ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ആ ഒരു കറയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ എല്ലാം നല്ല നീറ്റായിട്ടുണ്ടാവും. പിന്നെ ഇത് ഒരു ചെറിയൊരു ടിപ്പാണ്. നമ്മൾ ഓരോ നേരത്തെ ഭക്ഷണം കഴിയുമ്പോഴും നമ്മൾ അപ്പോൾ ആ പ്ലേറ്റ് അതിൻ്റെ പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിൽ നമ്മൾ ഇങ്ങനെ കുന്നും കൂട്ടി ഇടാതെ അപ്പോൾ കഴുകുകയാണെങ്കിൽ നമുക്ക് അത്രയും ജോലി ഭാരം കുറയും. ഈ ഓരോ നേരത്തെ ഭക്ഷണത്തിൻ്റെ ആ ഒരു പാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-4 പ്ലേറ്റ് 2-3 പാത്രങ്ങൾ അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊന്നും മടിയൊന്നും വിചാരിക്കാതെ നമ്മൾ പെട്ടെന്ന് എല്ലാം കഴുകി വെക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ സിങ്കിൽ ഫുള്ള് പാത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് വരാനേ തന്നെ തോന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അപ്പം അതിൻ്റെ വെള്ളം ഒക്കെ പോയതിന് ശേഷം എല്ലാം അതിൻ്റെ അതേ സ്ഥലത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ജോലി ഭാരം കുറയും. പിന്നെ ഒന്നെങ്കിൽ വെള്ളം പോണ വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പാത്രങ്ങൾ തുണി കൊണ്ട് കിച്ചൺ ക്ലോത്ത് കൊണ്ട് തുടച്ച് വെക്കുകയാണെങ്കിലും ഓക്കെയാണ്. അപ്പം നമ്മൾ പാത്രം കഴുകിയ ഉടനെ തന്നെ കൈയോട് കൂടി ആ പണിയും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ടുണ്ടാവും. പാത്രങ്ങളോ അതോ പാത്രം കഴുകിയ വെള്ളമോ ഒന്നും തന്നെ ഇല്ലാതെ. പിന്നെ നമ്മൾ എത്ര തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് നമ്മൾ ഉരച്ച് കഴുകിയാൽ ആ പാത്രം കഴുകണതിൻ്റെ ആ ഒരു എണ്ണമയം അതിൻ്റെ കറയൊക്കെ കിച്ചൺ സിങ്കിൽ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് കുറച്ച് ഇതേപോലെ ബേക്കിംഗ് സോഡ ആ സിങ്കിൽ മൊത്തം ഒന്ന് വെതറി കൊടുക്കുക, ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മൂടിയ ചെറിയ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ക്യാപ്പിൽ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് ഏതെങ്കിലും സോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് എന്തെങ്കിലും കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ ആ ഒരു എണ്ണമയം ഉണ്ടാവില്ല. കിച്ചൺ സിങ്ക് ഇതേപോലെ നല്ല ഷൈനിങ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഇരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ആ സിങ്കിൻ്റെ സൈഡിലെ സിങ്കിൻ്റെ ആ ഒരു കണക്ഷനായിട്ട് വരുന്ന ആ ഒരു സ്റ്റീൽ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കുക. ആ ടാപ്പിൻ്റെ മേലെയും കഴുകാം. ടാപ്പിന് ചുറ്റും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ അഴുക്ക് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടുണ്ടാവും. ആ ഭാഗമൊക്കെ അത്ര പെട്ടെന്ന് ആ ഒരു കറ വരില്ല. പിന്നെ ആ വെള്ളം പോണ ആ ഗ്യാപ്പിന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ല ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണം പോവുകയും ചെയ്യും. പിന്നെ രാത്രി ഇതേപോലെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം അടുക്കള ഒന്ന് അടിച്ചു വാരി ഇട്ടൊന്ന് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ അടുക്കള നല്ല നീറ്റായിട്ടിരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഇതേപോലെ പൊടിയും പിന്നെ നമ്മുടെ ഈ പച്ചക്കറി അരിഞ്ഞതിൻ്റെ ബാക്കിയും എല്ലാം നിലത്തുണ്ടെങ്കിൽ അത് കാണാൻ ഇത്ര സുഖം ഉണ്ടാവില്ല. പിന്നെ ഇനി അടിച്ചു വാരി നമുക്ക് തുടയ്ക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. ഇനിയും നീറ്റായിട്ട് ഇരിക്കും അടുക്കള. അതേപോലെ നമ്മൾ കിച്ചൺ സിങ്കിൻ്റെ താഴെയായിട്ട് കുറച്ച് ഒരു മാറ്റോ എന്തെങ്കിലും ഒരു റബ്ബർ മാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റ് ഇടുന്നത് നല്ലതാണ്. കാരണം ആ പാത്രം കഴുകുമ്പോൾ ഒക്കെ ചിലപ്പോൾ നിലത്ത് വെള്ളമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ചവിട്ടി ഒന്ന് വഴുക്കാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി നടന്നൊരുമാതിരി അടുക്കളയുടെ തറയൊക്കെ ഒന്ന് വൃത്തികേടാവാതിരിക്കാനും ഇനി ഇൻ കേസ് പിള്ളേരറ്റ കുട്ടികളൊക്കെ ആരെങ്കിലും അടുക്കളയിലേക്ക് ഓടി വരുമ്പോൾ ആ വെള്ളം ചവിട്ടി വീഴാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഒരു മാറ്റ് ഒരു കിച്ചൺ റബ്ബർ മാറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധാരണ ഒരു മാറ്റോ അല്ലെങ്കിൽ ഒരു തുണി അവിടെ സിങ്കിൻ്റെ താഴെ ഇടുന്നതും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പിന്നെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. Till then, take care and bye bye.